അതെ, ഇന്ന് ദിയയുടെ സ്കൂളിൽ ക്ലാസ് ഡിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആൾക്ക് 2 മാർക്ക് പോയി. അതിൻ്റെ വിഷമത്തിലാണ് മോളവിടെ പിണങ്ങിയിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ചീത്തയൊന്നും പറയാറില്ല. പക്ഷെ അവൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഭയങ്കര പേടിച്ചിട്ടാണ് പോയത്. അമ്മ എനിക്ക് ഓർമ്മ കിട്ടുമോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ 2 മാർക്ക് പോയി, അത് കിട്ടിയില്ല, തെറ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ എന്നെ വരുന്നില്ല ആൾ സ്കൂൾ വിട്ട് വന്നിട്ട്. അപ്പം ഞാൻ സാരില്ല എന്നൊക്കെ പറഞ്ഞു. ചീത്ത പറയാന്ന് പറഞ്ഞാൽ എന്താ സ്വത്ത് മറന്നതാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതിപ്പോ കുഴപ്പമൊന്നുമില്ല. മാർക്ക് കുറഞ്ഞിട്ടേ വഴക്ക് പറയണതും തല്ലണതൊക്കെ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഇപ്പോഴൊന്നും അങ്ങനെ ആരും ഇല്ല. കാരണം പിള്ളേർക്ക് പിള്ളേരുടേതായ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള എന്താണോ വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാൻ സമ്മതിക്കുക. അവർക്ക് കളിക്കാനാണ് ഇഷ്ടം വെച്ചാൽ കളിപ്പിക്കുക, പാട്ട് പാടാനാണ് ഇഷ്ടം വെച്ചാൽ പാട്ട്, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, പഠിക്കാനാണ് ജ്വരം വെച്ചാൽ പഠിപ്പിക്കുക. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് കേട്ടോ. കാരണം എൻ്റെ അമ്മ എന്നെ വളർത്തിയതും അങ്ങനെ തന്നെയാണ്. പഠിക്കാനാണ് ഇഷ്ടം, കലാകാരനാവാനാണ് ഇഷ്ടം. അങ്ങനെ അതന്നെ ഞാനും ഫോർവേഡ് ചെയ്യുന്നത്. കാരണം ഡിക്ക് ഇപ്പൊ ഒന്ന് ക്ലാസ് ടെസ്റ്റിൽ 2 മാർക്ക് കുറഞ്ഞു എന്ന് വെച്ചിട്ട് ഇപ്പോൾ വേറെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. പിന്നെ അവർ കുട്ടികളാണ്, അവരുടെ മനസ്സിൽ ഇപ്പൊ അവർക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സ്കൂൾ പരിപാടി കഴിഞ്ഞല്ലോ, ഡാൻസ് പരിപാടിയൊക്കെ അല്ലേ. അപ്പൊ അവരുടെ മൈൻഡ് അതിലാണ് നിൽക്കുന്നത്. ആ പാട്ടും ആ ഡാൻസൊക്കെ അവരിങ്ങനെ അവരുടെ ആ ചെറിയൊരു മെമ്മറിയിൽ അതൊക്കെ കയറ്റി വെച്ചിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ പരീക്ഷ. പിന്നെ എങ്ങനെ ഇത് രണ്ടും കൂടിയിട്ട് ഇത് ക്ലാഷ് ആവും? അതിനൊക്കെ സമയം കൊടുക്കണം, ഒരു ഗ്യാപ്പ് ഇട്ട് അവർക്ക് ഒന്ന് ഫ്രഷ് ആവാനുള്ള മൈൻഡ് കൊടുക്കണം. അപ്പോഴേ അവർ പാസ്സാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ടീച്ചർമാരും എല്ലാവരും കാണുന്നത് തന്നെയാണ്. നമ്മളോട് പറയാറുണ്ട്. ടീച്ചർമാരോടുള്ള ദേഷ്യത്തിലല്ല കേട്ടോ, കുട്ടികളുടെ ഒരു ഐക്യു പവറെ കുറിച്ച് പറഞ്ഞതാണ്. എല്ലാവരും കളക്ടർ വരെ എന്താ പറഞ്ഞേക്കണേ, കളിക്കണ സമയത്ത് കളിക്കുക, പഠിക്കുന്ന സമയത്ത് പഠിക്കുക, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പല ആളായിട്ടൊക്കെ പല കോൺവെർസേഷൻ നടത്താറുള്ളതാണ് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുമ്പോഴൊക്കെ. അപ്പം അതൊന്നും വിഷയമല്ല. ഇപ്പം ദീയപ്പോൾ ഉള്ളിലുണ്ട്. ഇപ്പം ചെറിയൊരു പണക്കം മാറുന്നില്ല. ഞാൻ വെള്ളത്തിന് പോകുമ്പോൾ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ അവള് സ്കൂൾ വിട്ട് വന്നിട്ട് ഉടുപ്പൂരിട്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ അവിടെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉടുപ്പിട്ടിട്ട് വാ പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് കയറ്റി വിട്ടത്. അപ്പം അതിൽ ആ പണക്കത്തിൽ അതാണ് ഇപ്പം പിണക്കം. വെള്ളം പിന്നെ നമ്മൾ പതിവായിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ അതറിയാലോ, വെള്ളം കൊണ്ടുവരണ സ്ഥലം. അപ്പം അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്നു. മഴ ഒരു അന്തരീക്ഷം ഉണ്ട്. ഇന്നലെ മഴ ചാറിയിട്ടുണ്ട്, മിനിഞ്ഞാന്നും മഴ ചാറിയിട്ടുണ്ട്. ഇന്നൊന്നും മഴ ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ മസാല സെറ്റാക്കിക്കൊണ്ടിരിക്കുക, മസാലപ്പൊരി. അപ്പോൾ കൂർക്കട ആവശ്യം ഉള്ളവർ കൂർക്കയെ കുറിച്ചൊക്കെ പറയുക. നമ്മൾ അയച്ചു തരാനുള്ള ഇന്ന് ആ ചേട്ടൻ്റെ നമ്പർ മേടിച്ചിട്ട് നമ്മൾ അയക്കുന്നതായിരിക്കും. ആ വീഡിയോയുടെ താഴെ നമ്മൾ ഇട്ടു പിൻ ചെയ്യാം. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ താഴെ പിൻ ചെയ്യാം. അപ്പോൾ ആ നമ്പറിൽ ആ ചേട്ടനെ വിളിച്ചിട്ട് ഡീൽ ചെയ്യുക. കുറച്ച് കൂടുതൽ കൂർക്കൊക്കെ വേണം പറഞ്ഞാൽ ആ ചേട്ടൻ കൊണ്ടുവന്ന് തരും. കുന്നംകുളം വരെയൊക്കെ എത്തിച്ചു തരും. ഒരു 10 കിലോ 15 കിലോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ആ വണ്ടി ചാർജ് മുതലാവുന്ന രീതിയിൽ. പിന്നെ നമ്മളിതിൽ പൈസ നോക്കരുത്. കാരണം റയറായിട്ടുള്ള സംഭവങ്ങൾ കിട്ടണ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു ചക്കയ്ക്ക് ചിലപ്പോൾ ഗൾഫിലെത്തുമ്പോൾ ഒരു 5000 റുപ്യ ആവുന്നുണ്ടെങ്കിൽ ചക്ക നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ചക്ക നമ്മൾ കഴിക്കണം. അപ്പോൾ അതിന് വണ്ടി കാശുണ്ട്. നമ്മുടെ നാട്ടിൽ 5 റുപ്യുള്ള 10 റുപ്യുള്ള അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പം കൂർക്കപ്പം കിട്ടണ സമയമാണ്. കൂർക്ക ആവശ്യമുള്ളവർ പറയുക. ചിലവർക്ക് ഇതേപോലെ ഗൾഫിലേക്കൊക്കെ കയറ്റി ഓടാനുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും മലപ്പുറം ഭാഗത്തു നിന്നാണ് ആൾക്കാർ കൂർക്ക വേണമെന്ന് പറയണത്. സന്തോഷം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവരങ്ങനെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം. എനിക്ക് എത്തിച്ചു തരണമെന്നുണ്ട്. എനിക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ വീട് കാണണമെന്നുണ്ട്. മനസ്സുകൊണ്ട് അങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നിങ്ങളാവശ്യമുള്ളവർക്ക് ഞാൻ എന്തായാലും നമ്മളിട്ട വീഡിയോയുടെ ലിങ്കിൽ കൊടുക്കുന്നതായിരിക്കും. ലിങ്കല്ല, പിൻ ചെയ്ത് കൊടുക്കട്ടെ നമ്പർ. ഉണ്ണിക്ക് അറിയണ പോലെ തോന്നുന്നില്ലേ? കരയല്ല കേട്ടോ, കളിയാണ്. ആളില്ലെങ്കിൽ ഒരു കളിയാണെന്ന് പറയില്ല. ഇപ്പോൾ ദിയ അവിടെ ഉണ്ട്, ഉണ്ണിയുടെ അടുത്തുണ്ട്. അപ്പോൾ ഇന്നേ ഒരു സ്പെഷ്യൽ കണ്ടു കൊടുക്കും. കൊള്ളി പുഴുങ്ങിണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കുക, അപ്പോഴാണ് കാണാം. നമ്മളെ കാണാവില്ല. കൊള്ളി പുഴുങ്ങിണ്ട് കേട്ടോ. വേണ്ട, കൊള്ളി പുഴുങ്ങിണ്ട്. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ബാക്കി ഞങ്ങളുടെ ഇവിടുത്തെ സെറ്റപ്പുകളൊന്നും നോക്കണ്ട കേട്ടാ. സൗകര്യക്കുറവാണ്. കംപ്ലീറ്റ് നമ്മൾ ഈ ഉമ്മറത്തെ തിണ്ടിൽ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത്. അതിൻ്റെ ഇടയിൽ കൂടെ കുനിയന്മാരുടെ ശല്യം ഉണ്ട്. ഇവിടെ ഈ വളപ്പായതുകൊണ്ടേ കുനിയന്മാരിങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ ഉറുമ്പ് പൊടി മറ്റു സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ ഞങ്ങൾ അവിടെ ഇട്ടു, ചോക്ക് കൊണ്ട് വരച്ചു. പക്ഷെ പിന്നെയും കയറി വരുന്നുണ്ട്. അത് നോക്കണ്ട. എന്നാലും നമ്മുടെ വീടാണ്, അതിൻ്റെ ഒരു സമാധാനം വേറെയാണ്. അപ്പോൾ ഓക്കെ അല്ലേ? പോയിട്ട് ഡ്രസ് ഇട്ടിട്ടില്ല അല്ലേ? ഡ്രസ് ഇട്ടില്ല, അപ്പൊ നാണം കുണിങ്ങിയിരിക്കുകയാണ്.
പിന്നെ എന്റെ ചീത്ത കേട്ടത്. അപ്പൊ ഓക്കെ അല്ലേ? ബൈ ചേട്ടാ. നൈറ്റ് ഒരു വീഡിയോ ഇടും കേട്ടോ, അതിൽ